ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായി സേഫായി ഇരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഫോട്ടോ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളത് കുറിച്ചിട്ടാണ്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണുക കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടെന്നായിരിക്കും. അതിൽ കയറി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് പിക്സാർട്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫോട്ടോ എഡിറ്റ് ചെയ്യണത്. അപ്പോൾ ആദ്യം നമുക്ക് പിക്സാർട്ട് ഡൗൺലോഡ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പിക്സാർട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ പറയണ രീതിക്ക് തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് അത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇവിടെ കാണുന്ന ഈ മേക്ക് എ കൊളാജ് എന്നല്ലാണ്ട് അതിൻ്റെ താഴത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാതെ. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസ് ആവും വരിക. ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് കളേഴ്സ് ഉണ്ട്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുള്ളത് ഓരോ ടോപ്പിക്സ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഏത് ടൈപ്പ് ബാക്ക്ഗ്രൗണ്ട് ആണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ ആ ടൈപ്പിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിൽ കളർ ഓപ്ഷനിൽ ബ്ലാക്ക് കളർ എടുത്തിട്ടാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതും കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ബ്ലാക്ക് കളർ ചൂസ് ചെയ്യാം. ബ്ലാക്ക് കളർ ചൂസ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആവും വരിക. അപ്പോൾ നമുക്കിവിടെ അടിയിൽ കാണാൻ പറ്റുന്ന സ്റ്റിക്കർ, കട്ടൗട്ട്, ടെക്സ്റ്റ്, ആഡ് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള ഏത് ഫോട്ടോ വെച്ചിട്ടാണോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ നോക്കുന്നത് ആ ഫോട്ടോ ആവും വരിക. അപ്പോൾ ഇതിൽ ഞാൻ സെലക്ട് ചെയ്യുന്ന ഫോട്ടോ ഈ ഒരു ഫോട്ടോ ആണ് കേട്ടോ. എന്നിട്ട് ആഡ് വൺ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് സൈസ് കൂട്ടാം കുറയ്ക്കാം ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഞാനത് കൂട്ടുകയാണ് ചെയ്യണത്. ഇവിടെ കാണുന്ന ഈ ഒരു പോയിൻറ്റിനെ ഞാനൊന്ന് ഡ്രാഗ് ചെയ്യാണ് ചെയ്യണത്. ഇത് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഫോട്ടോ നമുക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണം. അതിന് ഇവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് പക്ഷേ എടുക്കാൻ പറ്റാത്ത കാരണം ഞാൻ കട്ടൗട്ട് എന്നുള്ളൊരു ഓപ്ഷനാണ് എടുക്കുന്നത്. അപ്പോൾ കട്ടൗട്ട് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഫോട്ടോ സെലക്ട് ചെയ്യണം. ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ പ്ലസ് ഐക്കൺ ഒന്ന് അമർത്തിയതിന് ശേഷം നമുക്കിവിടെ ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കട്ടൗട്ട് ഓപ്ഷൻ കാണും. കട്ടൗട്ട് ഓപ്ഷൻ എടുക്കുക. കട്ടൗട്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പാർട്ടാണോ കട്ടൗട്ട് ചെയ്യേണ്ടത് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് പേഴ്സണെയാണ് സെലക്ട് ചെയ്യേണ്ടത്, ഈ ഒരു വ്യക്തിനെ മാത്രം നമുക്ക് സെലക്ട് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെല്ലാം നമുക്ക് ഫേസ് മാത്രമാണ് കട്ടൗട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഫേസ്, ക്ലോത്ത്, സ്കൈ, അങ്ങനെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. എവിടെയാണോ നമുക്ക് കട്ടൗട്ട് ചെയ്യേണ്ടത് വെച്ചാൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പം നമുക്ക് വേണ്ടത് ഇതിൽ പേഴ്സണാണ്. അതുകൊണ്ട് ഞാൻ പേഴ്സണാണ് ക്ലിക്ക് ചെയ്യണത്. അപ്പം ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ടിക്ക് അമർത്താം. ടിക്ക് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആവും വരിക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് സ്റ്റിക്കർ ആഡ് ചെയ്യാം. നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലൊരു ഐക്കൺ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആവട്ടെ, വാട്സപ്പ് ആവട്ടെ, ഏതെങ്കിലും ആപ്പിൻ്റെ ഐക്കണാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കണാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു പ്ലസ് ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്കർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിൽ സ്റ്റിക്കേഴ്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ നോക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കണാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോണത്. അപ്പം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കൺ സെർച്ച് ചെയ്ത് നോക്കാം. ഓൾറെഡി മുന്നേ സെർച്ച് ചെയ്തതാണെങ്കിൽ ഇതിൽ കിടക്കും, റീസെൻ്റായിട്ട് കിടക്കും. അതല്ല എങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ ഡെയിലി പിക്സാർട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ റീസെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ചില ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്, നെറ്റിൻ്റെ പ്രശ്നമുള്ള കാരണം കേട്ടോ. അപ്പോൾ എന്നുള്ളൊരു ഐക്കണാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അത് നമുക്കൊന്ന് വലുതാക്കാം. വലുതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും ഒരു ചെറിയൊരു ഐക്കൺ പോലെ. ആ ഒരു ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി വേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ
ആ ഒരു എന്താ പറയുക ഒരു സ്ത്രീനെ അവിടെ വെച്ചിട്ടില്ലേ, ആ ഒരു ഗേളിൻ്റെ ബാക്കിലോട്ടായിട്ടാണ് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കൺ വരണ്ടേ വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു പേജിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണും. ആ ഓപ്ഷൻ ഒന്ന് എടുക്കുക കേട്ടോ. അത് മൂവ് ഡൗൺ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു പിക്ക്, ഇപ്പം ഞാനിതിലൊരു ഗേളിൻ്റെ ഒരു പിക്ചർ ആയതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ഇപ്പോൾ നിങ്ങളുടെ എന്താണോ പിക്ചർ വെച്ചാൽ ആ പിക്ചറിൻ്റെ ബാക്ക് സൈഡിലോട്ടായിട്ട് ഈ ഒരു ഐക്കൺ വരും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് വലുതാക്കണമെങ്കിൽ വലുതാക്കാം, ആ ഒരു ഐക്കണും നമുക്ക് വേണമെങ്കിൽ വലുതാക്കാം കേട്ടോ. കുറച്ച് സൈഡിലോട്ടായിട്ടാണ് ഞാൻ ഇരുന്ന് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇനി അത് നമ്മൾ ടിക്ക് എന്നുള്ള ഓപ്ഷൻ കറക്റ്റ് ചെയ്യുക. ഇത് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇനിയും വല്ലതും ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതല്ല ഇങ്ങനെ തന്നെ സേവ് ആക്കാൻ മതി എങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് സ്മോക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതും സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം സ്മോക്ക് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക, സ്മോക്ക് എടുക്കുക. അതിൽ വെറൈറ്റി ടൈപ്സ് ഓഫ് സ്മോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനൊരു ആഷ് കളറിലുള്ള സ്മോക്കാണ് സെലക്ട് ചെയ്യാൻ പോണത്. അത് എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ പേസ്റ്റ് ചെയ്യുക കേട്ടോ. ഇത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതുപോലെ ഈ ഒരു പിക്ചറിൻ്റെ ബാക്കിലോട്ടാണ് വരേണ്ടത് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു ചെറിയൊരു ഐക്കൺ എടുത്തതിന് ശേഷം ആ പേജ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൂവ് ഡൗൺ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പിക്ചറിൻ്റെ ബാക്ക് സൈഡിലോട്ടായിട്ട് ഇത് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഒരു സ്മോക്കും കൂടി ഒരു സ്റ്റിക്കറും കൂടി ആഡ് ചെയ്യാൻ പോവുകയാണ്. അത് ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് വരാനായിട്ട് അത് റൊട്ടേറ്റ് ചെയ്യുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഫ്ലിപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ പക്ഷെ ഇതിൽ വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. കൊടുത്തിട്ട് നമുക്ക് ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് ഈ ഒരു ബാക്കിലത്തെ ബാക്ക്ഗ്രൗണ്ടിനെ ഒന്ന് കളർഫുൾ ആക്കണം. അതിനും നമ്മൾ സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് എടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിക്കറിലോട്ട് പോവാം. ഞാൻ റീസെൻ്റാണ് സെലക്ട് ചെയ്ത് വെക്കണത് കേട്ടോ. അപ്പം ഞാൻ റെയിൻബോ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഡ്രാഗ് ചെയ്ത് ഫുൾ പിക്കായിട്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തൽക്കാലം ഇപ്പം എന്താ വെച്ചാൽ നമ്മുടെ പിക്ചറിൻ്റെ ബാക്ക് സൈഡിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിലാണ് ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നത്. നമുക്ക് ഈ ഒരു റെയിൻബോ കളറിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിക്കർ സെലക്ട് ചെയ്തത്. അതിനുശേഷം നമുക്ക് ഈ ഒരു കളർ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരണമെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഓപ്ഷൻ, ഈ എഫക്റ്റിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ഓപ്ഷൻ ബ്ലെൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല തരത്തിലുണ്ട്. അത് മൾട്ടിപ്ലൈ ഉണ്ട്, സ്ക്രീൻ ഉണ്ട്, നോർമലായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് മൾട്ടിപ്ലൈ ആണ്. അപ്പം മൾട്ടിപ്ലൈ എടുക്കുക. അപ്പോൾ അതാ ആ സ്ക്രീനിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് കളർഫുള്ളായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ പിക്ചറും കുറച്ച് കളർഫുള്ളായി. നമുക്ക് വേണ്ടത് ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് കളർഫുൾ. നമ്മുടെ പിക്ചറിൻ്റെ ആ ഒരു ഫേസിലൊക്കെ ആ കളേഴ്സ് കാണുന്നുണ്ട്. ഇനി ആ കളറ് നമുക്ക് റപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇറേസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാമെന്നില്ലേ, ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ നമുക്ക് ആ ഒരു കളർ കളയേണ്ടത് വെച്ചാൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. കുറച്ച് സൂം ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ടത് എവിടെയാ വെച്ചാൽ ഈ മുഖത്തിലേക്കൊക്കെയാണ് നമുക്കത് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്കങ്ങനെ ഇറേസ് ചെയ്ത് കളയാം. ഈ ഒരു ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്കത് സേവ് ചെയ്യാം. സേവ് ചെയ്യാനായിട്ട് മുന്നേ ഇത് നിങ്ങൾക്ക് അതിൽ വല്ല ടെക്സ്റ്റും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ തോന്നുന്നത് വെച്ചാൽ അത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ടെക്സ്റ്റ് ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ടെക്സ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഷെയർ ആയിട്ട് സേവ് ചെയ്യാം. അതല്ല ഇവിടെ ഈ ഒരു ഐക്കൺ കൂടി ഉണ്ട്, അതിലൂടെ നമുക്ക് സേവ് ചെയ്യാം കേട്ടോ. സേവ് ആസ് JPG എന്നുള്ളൊരു ഓപ്ഷനാണ് ഞാൻ കൊടുക്കുന്നത്. സേവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ് ഫോട്ടോ എഡിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഫോട്ടോ എഡിറ്റ് ചെയ്ത രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉള്ളതായിരിക്കും. എന്തായാലും കയറി നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.